ഹലോ നമസ്കാരം, സെൽഫിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സെൽഫിയിൽ ഞാൻ നിങ്ങളെ മികച്ചൊരു സെൽഫി എടുക്കാൻ പഠിപ്പിക്കും. ലോകമെങ്ങും ഇത് സെൽഫി കാലമാണ്. എല്ലാവരും സെൽഫികൾ എടുത്തു കൂട്ടുകയാണ്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങളെടുത്ത സെൽഫികളിൽ എത്ര എണ്ണം നന്നായിട്ടുണ്ട്? ചിലതൊക്കെ മികച്ചതെന്ന് അവകാശപ്പെടാമെങ്കിലും ഭൂരിഭാഗം സെൽഫികളിലും നമുക്ക് വളരെയേറെ പോരായ്മകൾ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ മികച്ചൊരു സെൽഫി എങ്ങനെ എടുക്കാം എന്നതിൻ്റെ മാർഗങ്ങൾ ഞാൻ ഇന്ന് സെൽഫിയിലൂടെ പറഞ്ഞു തരാം. സ്മാർട്ട് ഫോണോ വെബ് ക്യാമോ മറ്റു ക്യാമറകളോ ഒക്കെ ഉപയോഗിച്ച് ഒരാൾ തൻ്റെ തന്നെ ചിത്രമെടുത്താൽ അതാണ് സെൽഫി. സെൽഫി എന്ന വാക്കിന് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ 2013 മുതലുള്ള ഡെഫിനിഷനാണ് ഇത്. പക്ഷെ എന്തു ചെയ്യാം, പലരുടെയും ഭൂരിഭാഗം സെൽഫികളും സൂപ്പർ ആവുന്നില്ല. ആംഗിളും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്താലേ സെൽഫികൾ നന്നാവൂ. അതിനുള്ള ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഒക്കെയാണ് കാണാൻ പോകുന്നത്. സെൽഫി സ്റ്റിക്ക് തന്നെയാണ് പ്രധാനം. മറ്റു ഉപകരണങ്ങളുമുണ്ട്. നിങ്ങളുടെ മൊബൈൽ ക്യാമറകൾ ഘടിപ്പിക്കാവുന്ന തരത്തിൽ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്ന വിധത്തിലുള്ള സ്റ്റിക്കാണിത്. നിങ്ങൾ തനിച്ചുള്ളതോ കൂട്ടുകാരുമൊത്തുള്ളതോ ആയ സെൽഫികൾ വിശാലമായ ക്യാൻവാസിൽ പകർത്താം. സ്റ്റിക്ക് പല നീളത്തിൽ ക്രമീകരിച്ച് ആംഗിൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് സ്റ്റിക്കിലുള്ള സെൽഫി ക്ലിക്ക് ബട്ടൺ അമർത്തി പടമെടുക്കാം. ചില സ്റ്റിക്കുകൾക്ക് ഇത്തരത്തിലുള്ള ബട്ടണുകളുള്ളൂ. അല്ലാത്ത പക്ഷം മൊബൈൽ ഫോണിലെ ഫോട്ടോ ക്ലിക്ക് ടൈമർ സെറ്റ് ചെയ്തും സെൽഫി എടുക്കാം. മൊബൈൽ സ്റ്റോറുകളിലും ഓൺലൈനിലുമൊക്കെ 400 രൂപയോളം വിലയിൽ സെൽഫി സ്റ്റിക്കുകൾ ലഭ്യമാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സെൽഫി സ്റ്റിക്കിന് ഫോട്ടോ ബട്ടൺ ഇല്ലാത്തതും മൊബൈൽ ഫോണിന് ടൈമർ ഇല്ലാത്തതുമാണെങ്കിലോ, അപ്പോൾ എങ്ങനെ പടമെടുക്കും? അതിനാണ് സെൽഫി റിമോട്ട്. സ്റ്റിക്കിൽ മൊബൈൽ ഘടിപ്പിച്ച് പൊസിഷൻ സെറ്റ് ചെയ്ത് ഫോണിൽ തൊടാതെ പടമെടുക്കാം ഈ റിമോട്ട് ഉപയോഗിച്ച്. ഈ ചെറിയ ഗാഡ്ജറ്റ് നിങ്ങളുടെ ഫോണിന്റെ ബ്ലൂടൂത്ത് സംവിധാനത്തിൽ പെയർ ചെയ്ത് സെൽഫി എടുക്കാം. 200 രൂപ മുതൽ സെൽഫി റിമോട്ട് വാങ്ങാൻ കിട്ടും. ഇനിയുള്ളതാണ് സക്ഷൻ കപ്പ് മൗണ്ട്. നിങ്ങൾക്കിത് ഗ്ലാസിലോ സ്മൂത്തായ പ്രതലത്തിലോ ഒക്കെ പതിച്ചു വെച്ച് അതിനു മുന്നിൽ മൊബൈൽ ഫോൺ ഘടിപ്പിച്ച് സെൽഫി എടുക്കാം. വാക്വം സംവിധാനത്തിലുള്ള ഇതിന്റെ പിൻ കപ്പുകൾ പ്രതലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഫോണിലെ ടൈമർ അഡ്ജസ്റ്റ് ചെയ്തോ സെൽഫി റിമോട്ട് ഉപയോഗിച്ചോ കുറ്റമറ്റ പടമെടുക്കാം. ഓൺലൈൻ സ്റ്റോറുകളിൽ 1200 രൂപയ്ക്ക് മുകളിൽ സക്ഷൻ കപ്പ് മൗണ്ട് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ കണ്ടത് സെൽഫി എടുക്കാനുള്ള ചില ഉപകരണങ്ങളാണ്. ഇനി എടുത്ത പിക്ചർ എങ്ങനെ കൂടുതൽ ആകർഷകമാക്കാം എന്ന് നോക്കാം. അതിനായി ചില മൊബൈൽ ആപ്ലിക്കേഷനുകളുമുണ്ട്. സെൽഫി പടങ്ങളെ സുന്ദരമാക്കാനുള്ളതാണ് ആപ്ലിക്കേഷനുകൾ. യുക്യാം പെർഫെക്റ്റ് സെൽഫിയും ഫ്രണ്ട് ബാക്ക് ആപ്ലിക്കേഷനുമാണ് ഇതിൽ മുന്നിൽ. യുക്യാം പെർഫെക്റ്റ് സെൽഫി മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ മുഖത്തെ ചുളിവുകൾ മാറ്റാം, സ്കിൻ സോഫ്റ്റ് ആക്കാം, കണ്ണിലെ ക്ഷീണം മാറ്റാം, കണ്ണിനു ചുറ്റുമുള്ള കറുപ്പ് മാറ്റാം,
മുഖത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാം. അങ്ങനെ പിന്നെ അനാവശ്യമായതൊക്കെ പിക്ചറിൽ നിന്ന് തുടച്ചു മാറ്റാം. സെൽഫി വീഡിയോകൾ എടുക്കാനും ഫ്രെയിമുകളും ബാക്ക്ഗ്രൗണ്ടുകളും കൂട്ടിച്ചേർക്കാനും ഈ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലുള്ള യുകാം പെർഫെക്റ്റ് സെൽഫി ആപ്ലിക്കേഷൻ വഴി കഴിയും. മറ്റൊന്ന് ഫ്രണ്ട് ബാക്ക് ആപ്ലിക്കേഷൻ. മുന്നിലും പിന്നിലുമുള്ള ക്യാമറകൾ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് അത് നിങ്ങളുടെ സെൽഫിയിൽ ബാക്ക്ഗ്രൗണ്ടായി സിംഗിൾ ഇമേജായി സെറ്റ് ചെയ്യാം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള കാഴ്ച നിങ്ങളുടെ സെൽഫിയിൽ സമ്മേളിപ്പിക്കാം. മികച്ച സെൽഫികൾ എടുക്കാൻ ഇനിയുമുണ്ട് മാർഗങ്ങൾ ഏറെ. ഒട്ടേറെ സെൽഫി സ്പെഷ്യൽ മൊബൈൽ ഫോണുകളുണ്ട്. അതിൽ മൈക്രോമാക്സ് ക്യാൻവാസ് സെൽഫി മോഡൽ മികവുള്ള സെൽഫികൾക്കായുള്ളതാണ്. സെൽഫിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മൊബൈൽ ഫോൺ, അതാണ് മൈക്രോമാക്സിന്റെ ക്യാൻവാസ് സെൽഫി. സെൽഫി സൂപ്പറാക്കാനായി 13 MB ഫ്രണ്ട് ക്യാമറയാണ് ഈ ഫോണിന്. ഒപ്പം മികച്ച ലെൻസും സോണി സെൻസറും സോഫ്റ്റ് ഫ്ലാഷും. മേക്കപ്പ് ഇഫക്ട്സ് എല്ലാം ഇതിലുണ്ട്. സ്കിൻ സ്മൂത്താക്കാം, മുഖം നിറം പിടിപ്പിക്കാം, മുഖത്തിന്റെ വലുപ്പം കുറയ്ക്കാം, എണ്ണമയം കുറയ്ക്കാം, കണ്ണ് സുന്ദരമാക്കാം, പല്ലുകൾ വെളുപ്പിക്കാം, പിന്നെ മസ്കാര, ഐഷാഡോ, ബ്ലഷ്, ലിപ് ഗ്ലോസ്, അങ്ങനെ നിങ്ങളെ അടിമുടി മാറ്റാം. .7 ഡിസ്പ്ലേ, 2 GB RAM, 16 GB ഇന്റേണൽ സ്റ്റോറേജ്, 32 GB എക്സ്പാൻഡബിൾ മെമ്മറി, ആൻഡ്രോയിഡ് 4.4 കിറ്റ്കാറ്റ്, 2300 mAh ബാറ്ററി തുടങ്ങിയ സാങ്കേതിക പ്രത്യേകതകളും. വില 16,000. ഇനി സുന്ദരമായ സെൽഫികൾ എടുത്തു കൂട്ടിക്കോളൂ. നല്ലൊരു സെൽഫി എടുക്കാനുള്ള മാർഗ്ഗങ്ങൾ മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അതിന് ശ്രമിച്ചോളൂ. സെൽഫിയിൽ ഇനി കാണാൻ പോകുന്നത് ഒരു കരവിരുത്. വേസ്റ്റ് പേപ്പർ കൊണ്ട് ആലപ്പുഴ തുറവൂരിലെ തിലകദാസ് ഒരുക്കുന്ന കരകൗശലങ്ങൾ കാണാം. പഠനോപകരണങ്ങൾ നിർമ്മിക്കുക എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൂടുതലായിട്ട് ചെയ്യേണ്ടി വന്നത്. ക്ലാസ് അവധിയിൽ നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടിയുടെ ശ്രദ്ധ അധ്യാപകനിലും വിഷയത്തിലും കേന്ദ്രീകരിക്കണമെങ്കിൽ അതിനോടൊപ്പം ഒരു പഠനോപകരണം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ
അധ്യാപകരും ഇങ്ങനെ പഠനോപകരണം നിർമ്മിക്കാനുള്ള പരിശീലനം നേടിയിട്ടുണ്ട് അവരുടെ ട്രെയിനിങ് കാലഘട്ടത്തിൽ. പക്ഷേ പിന്നീട് പലരും അത് ജോലി കിട്ടുമ്പോഴൊക്കെ പലരും ഇതിനെക്കുറിച്ച് കൂടുതൽ ആവേശത്തോടുകൂടി പറയുകയും ജോലി കിട്ടിക്കഴിയുമ്പോൾ പഠിച്ച ഇത്തരം പരിശീലനങ്ങൾ മാറ്റിവെച്ചിട്ട് അവരുടെ കൈവശമുള്ള പാഠാവലിയും കുറച്ച് അധ്യാപക സഹായിയൊക്കെ കൊണ്ട് ക്ലാസ്സുകൾ ഗംഭീരമാക്കി കൊണ്ടുപോകുന്നതാണ് പൊതുവെ അധ്യാപക സമൂഹം. പക്ഷേ ഇത് നമ്മുടെ സർവശിക്ഷാ അഭിയാൻ്റെ രംഗപ്രവേശത്തോടു കൂടി അധ്യാപകൻ നിർബന്ധമായും പഠനോപകരണം കൊണ്ടുചെന്നിരിക്കണം. അതിന് ഉള്ള പരിശീലനങ്ങൾ സംസ്ഥാന വ്യാപകമായിട്ട് നടത്തിയിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും അതിൻ്റെ ജില്ലാ പരിശീലകനായിട്ട് ഒക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പോയ കൂട്ടത്തിലാണ് പുത്തൻ സംഭവങ്ങൾ എങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ ഉപയോഗിക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ ഡിസ്പോസിബിൾ ഗ്ലാസും കപ്പലണ്ടി തോടും പാഴ്ക്കടലാസുകളും ഒക്കെ നമുക്ക് പഠനോപകരണമാക്കാം എന്ന് കണ്ടെത്തുകയും അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ പ്രവൃത്തി പരിചയമേള സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേളയിൽ പാഴ്വസ്തുക്കൾ കൊണ്ട് ഉൽപ്പാദനപരമായിട്ടുള്ള അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം നമ്മുടെ പഠന മേഖലയിലുണ്ട്. അപ്പോൾ അത്തരം പരിശീലനം കുട്ടികൾക്ക് കൊടുക്കാനും താല്പര്യമുള്ള അധ്യാപകർക്ക് കൊടുക്കാനും ഒക്കെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഉള്ള ഒരു ശ്രമത്തിലേക്ക് പോയത്. ഈ ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ അത് കുട്ടികളെ കാണിക്കുന്നതിലെന്നും ഉദ്ദേശിക്കുന്നത് നമ്മൾ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ നമ്മുടെ ഈ ഇന്ന് ഏറ്റവും വലിയ ശല്യമായിട്ട് നമുക്ക് തോന്നുന്നത് പാഴ്വസ്തുക്കൾ മാലിന്യങ്ങൾ നിറഞ്ഞ് നമ്മുടെ ഈ ജലാശയങ്ങളും പറമ്പും സർവ്വതും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിച്ചെറിയാതെ ഒരു കലാരൂപമാക്കി മാറ്റിയെടുത്താൽ ദൂരെ കളയാതെ അത് അവർ ഷോക്കേസിൽ വെക്കും, അല്ലെങ്കിൽ അത് വിൽപ്പന നടത്തും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാഴ്വസ്തുക്കൾ വളരെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന വസ്തുക്കൾ നമുക്ക് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അതിൻ്റെ മാലിന്യ പ്ലാന്റുകളിൽ നിക്ഷേപിക്കുകയൊക്കെ ചെയ്യാം. മറിച്ച് അല്ലാതെ ഉള്ളത് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു ക്രിയാത്മകതയുണ്ടാകും. ഈ പരിസരത്തെ വൃത്തികേടാക്കാതെ കയ്യിൽ കിട്ടുന്ന ഒരു സാധനം ഇതുകൊണ്ട് അതിൽ നമുക്കൊരു ശില്പമുണ്ട് അല്ലെങ്കിൽ ഒരു ചിത്രമുണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ആകണം കുട്ടി, പ്രകൃതി അവൻ സംരക്ഷിക്കണം എന്ന നിർബന്ധമുള്ളതുകൊണ്ടാണ് അങ്ങനെ തിരിഞ്ഞത്. നിലക്കടല ഉപയോഗിച്ച് ഉണ്ടാക്കിയ കിളികളാണ് ഇത്. അത്തരം ഒരു കിളി ഉണ്ടാക്കുന്ന വിദ്യയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നിലക്കടല എടുത്ത് അതൊക്കെ പൊട്ടിച്ച് അതിനകത്ത് നിന്ന് ഉള്ള കുരു എടുത്ത് കളയുന്നു, അതിൻ്റെ കായ. പിന്നെ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ വെക്കുന്നു. ഇത് കമുകിൻ്റെ കൂമ്പാള, അതായത് പൂക്കുലകളെ പൊതിഞ്ഞിരിക്കുന്ന ചൊട്ടയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് പക്ഷിയുടെ ചിറകിനാവശ്യമായ ഒരു, ഇപ്പോൾ പക്ഷിയായതുകൊണ്ട് രണ്ട് വശത്തേക്കും വേണം. അപ്പോൾ അതിനെ ചിറകിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ മുറിച്ച് ഇപ്പോൾ രണ്ട് ചിറകിനുള്ളതായി. ഈ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ ചുണ്ടിന് ഒരല്പഭാഗം വേണം. അത് നമ്മൾ ഇതിൽ ഒരു ചെറിയ ത്രികോണം പോലെ ഇങ്ങനെ ആദ്യമേ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി ഇങ്ങനെ വെക്കും. പിന്നെ വേണ്ടത് ഒരു വാലിൻ്റെ ഭാഗമാണ്, അതും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കും. പിന്നീട് ഓരോ ചിറകുകളും എടുത്ത് അല്പം പശ തേച്ച് ഇതിലെ ഇങ്ങനെ ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് പക്ഷിയായി കിട്ടിക്കഴിയും. ഇനി ഇതിൽ ഇതേപോലെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ മനോഹരമാക്കാൻ വേണ്ടി പെയിൻറ്റ് ഉപയോഗിച്ച്
അതായത് അക്രലിക്കാണ് ഇപ്പോൾ ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കിളിയായി കഴിഞ്ഞു. ഇനി ഇതിൽ ഈ പെയിൻ്റ് ഒന്ന് ഉണങ്ങാനുള്ളൊരു സമയം കഴിഞ്ഞിട്ട് ഇതിൽ കണ്ണിൻ്റെ ഭാഗത്ത് 2 ഡോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പക്ഷി മനോഹരമായി കിട്ടും. ഇനിയൊരു ഫ്രഞ്ച് രുചി ഇടവേളയ്ക്ക് ശേഷം. സെൽഫിയിൽ ഇനി നമ്മളൊരു ഫ്രഞ്ച് രുചി തേടി പോവുകയാണ് കൊച്ചി ഇടപ്പള്ളിയിലെ പുതിയൊരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിലേക്ക്. ആഗോള നിലവാരമുള്ള ഒരു ഭക്ഷണ ക്രമമാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതോടുകൂടെ തന്നെ റീജിയണൽ ഫുഡും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ഇതിൽ ഫ്രഞ്ച് പിസ്സ, ഫ്രഞ്ച് ബർഗർ, ഫ്രഞ്ച് ഫ്രൈഡ് ചിക്കൻ, ഫ്രഞ്ച് റാപ്സ് ഇതൊക്കെയാണ്. ഇതൊരു പ്രത്യേക ഫ്രഞ്ച് റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. മറ്റുള്ള വിദേശ കമ്പനികളുടെ റെസ്റ്റോറൻറ്റിനെ അപേക്ഷിച്ച് ഇതിന് ഒരു വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കോഫി ഷോപ്പ് ഇവിടെ ഉണ്ട്, ഫ്രഞ്ച് കോഫി ഷോപ്പുണ്ട്. പിന്നെ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടാവുന്ന സ്പെഷ്യലി ഒരൈറ്റം മാത്രമല്ല പല ഐറ്റം ഇതിൽ വരുന്നത് കൊണ്ട് ഒരു ഫാമിലിക്കും അല്ലാത്തവർക്കും ഒരേ സമയം ആസ്വദിക്കാവുന്ന ഒരു ഭക്ഷണ ക്രമമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഫ്രഞ്ച് ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ അമേരിക്കൻ ടേസ്റ്റ് ഉണ്ട്, പല രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത ടേസ്റ്റുള്ള ഭക്ഷണങ്ങളാണ് പല സ്ഥലത്തും. ഇറ്റാലിയൻ ഡിഫറെൻ്റാണ്, ഇറ്റാലിയൻ പിസ്സ ഡിഫറെൻ്റാണ്, ഫ്രഞ്ച് പിസ്സ ഡിഫറെൻ്റാണ്. അതുപോലെ ഇതിന് ഫ്രഞ്ചിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ട്. അത് കഴിക്കുമ്പോഴാണ് ആൾക്കാർക്ക് അതിൻ്റെ വ്യത്യസ്തം മറ്റുള്ള അതർ കമ്പനികളുടെ മക്ഡൊണാൾഡ്സും കെൻഡക്കിയോ കഴിച്ചിട്ടില്ല ഡിഫറെൻറ്റ്. അത് കഴിച്ചവർക്ക് ഇത് കഴിച്ചാൽ അതിൻ്റെ ഡിഫറെൻറ്റ് മനസ്സിലാവും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്, ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ വാലറ്റ് കാർ പാർക്കിംഗ് ഉണ്ട്. അതുകൂടാതെ ഈ എറണാകുളത്തിനെ പ്രതി സംബന്ധിച്ചിടത്തോളം സ്ഥലപരിമിതികളുള്ളതുകൊണ്ട് ഇവിടെ ഒരു പാർട്ടി ഹാൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബർത്ത്ഡേ പാർട്ടി അങ്ങനെ നമുക്ക് വ്യത്യസ്ത തരം പാർട്ടികളിവിടെ ചെയ്യാനായിട്ടുള്ള ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എല്ലാ സ്ഥലങ്ങളിലും ഒരു സെപ്പറേറ്റ് റെസ്റ്റോറൻറ്റുകളാണ് ഉള്ളത്. ഇപ്പോൾ ഫ്രൈഡ് ചിക്കൻ ഒന്ന്, പിസ്സ, അതുപോലെ പലതും ഇതെല്ലാം ഒരു കുടക്കീഴിൽ ഇവിടെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആഗോള നിലവാരത്തിലുള്ള ഫ്രഞ്ച് ബർഗർ, ഫ്രഞ്ച് ഫ്രൈഡ് ചിക്കൻ, ഫ്രഞ്ച് പിസ്സ അതിനോടൊപ്പം തന്നെ റീജിയണൽ ഫുഡ്സ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒരു കുടുംബമായിട്ട് വരുമ്പോൾ വ്യത്യസ്ത പ്രായക്കാരതിലുണ്ടാവും. അവർക്ക് കഴിക്കാവുന്ന രീതിയിലുള്ള ഫുഡുകൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടി ഫ്രൈഡ് ചിക്കൻ, ഒരു യൂത്ത്സിന് വേണ്ടിയിട്ട് പിസ്സ, കുറച്ച് പ്രായമുള്ളവർക്ക് ബാക്കിയുള്ള റീജിയണൽ മെനു, ഇപ്പോൾ ഒരു പ്രത്യേകതരം ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഫ്രഞ്ച് നൂഡിൽസ് എല്ലാം ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ 24 hours കോഫി ഷോപ്പുണ്ട്. അതും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കോഫിയാണ് കൊടുക്കുന്നത്. 2 തരം കോഫിയും കൊടുക്കുന്നുണ്ട്.
ഈ ആഴ്ചത്തെ സെൽഫി ഇവിടെ പൂർണ്ണമാവുകയാണ്. ടെക്നോളജിയും സ്റ്റൈലും ടേസ്റ്റുമൊക്കെയായി വീണ്ടും എത്തും.